ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും RB അക്കാഡമിയുടെ GST ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GSTയിലെ കോമ്പോസിറ്റ് സപ്ലൈ പറ്റിയാണ്. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നമുക്കറിയാം GSTയിൽ എല്ലാം സപ്ലൈ എന്നുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സെയിൽ ആണെങ്കിൽ അതിന് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നു, പർച്ചേസ് ആണെങ്കിൽ അതിന് ഇൻവേർഡ് സപ്ലൈ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതിൽ മിനിമം 2 സപ്ലൈ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ 2 സപ്ലൈയിൽ ഒരു സപ്ലൈ എന്തായിരിക്കണം? പ്രിൻസിപ്പിൾ സപ്ലൈ ആയിരിക്കണം. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പം കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് ഞാൻ 100 ചാക്ക് സിമെൻറ്റ് അയക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് ഞാൻ 100 ചാക്ക് സിമെൻറ്റ് അയക്കുമ്പോൾ ഇതിൽ 2 സപ്ലൈ ഉണ്ട്. ഏതൊക്കെയാണ് ഇതിലെ 2 സപ്ലൈ എന്ന് പറയുന്നത്? ഒന്ന് സിമെൻറ്റ് എന്നുള്ള ഗുഡ്സിൻ്റെ സപ്ലൈ, 2 ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ലോറി, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ലോറിയിൽ നമ്മൾ അയക്കുകയാണെങ്കിൽ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലൈ. അപ്പോൾ ഇതിൽ സിമെൻറ്റും ട്രാൻസ്പോർട്ടേഷനും ഇങ്ങനെ 2 സപ്ലൈയാണ് ഇതിലുള്ളത്. അതിൽ ഒരു സപ്ലൈ പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻസിൽ ഏതാണ് പ്രിൻസിപ്പൽ സപ്ലൈ? സിമെൻറ്റാണ് പ്രിൻസിപ്പൽ സപ്ലൈ. കാരണം സിമെൻറ്റ് അയക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോറീനെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലൊരു സപ്ലൈ പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. ഈ 2 സപ്ലൈയും തമ്മിൽ നാച്ചുറലി ബൗണ്ട് ആയിരിക്കും. നാച്ചുറലി ബൗണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതായത് നമ്മൾ സിമെൻറ്റ് അയക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോറിനെ ഹയർ ചെയ്യുന്നത്, അല്ലേ? വെറുതെ ലോറി കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുന്നതല്ല. നമുക്ക് സിമെൻറ്റ് ചുമന്നുകൊണ്ടും കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകാൻ പറ്റൂല. അപ്പോൾ അതെന്താണ്? നാച്ചുറലി ഈ 2 സപ്ലൈയും തമ്മിൽ നാച്ചുറലി ബൗണ്ട് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും കോമ്പോസിറ്റ് സപ്ലൈയിൽ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ കണ്ടീഷൻസിൽ സിമെൻറ്റിൻ്റെ റേറ്റ് 28% ആണെങ്കിൽ ഹോൾ ട്രാൻസാക്ഷൻ്റെ റേറ്റ് ഓഫ് സപ്ലൈ, റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 28% ആയിരിക്കും. എന്തുകൊണ്ട്? കാരണം പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ഓഫ് ടാക്സ് എത്രയായിരുന്നു? 28% ആയിരുന്നു. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം വേറൊരു ടിപ്പുമായി കാണാം. താങ്ക് യു വെരി മച്ച്.